എടാ നോക്ക് ഇൻട്രോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാടാ? ഹരിയർ ഫോർട്ട് മഹാരാഷ്ട്രയിലെത്തി. നമ്മളപ്പോ ഇന്ന് ഹരിയർ ഫോർട്ട് ട്രക്ക് ചെയ്യാൻ പോവാണ്. അതാ നോക്കൂ, ആ കാണുന്നതാണ് ഹരിയർ ഫോർട്ട്. നമ്മള് ആ മലയാണ് കയറാൻ പോകുന്നത്. അതെ, ഇതേ നോക്കൂ. അതെ, ഈ എനർജി ഒക്കെ എന്തോരം ഉണ്ടെന്നൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. സ്റ്റാമിനുള്ള 3 പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കേറാൻ പറ്റത്തില്ല, അല്ല ശ്വാസം മുട്ടും. നിങ്ങളെ സ്റ്റാമിന നീയല്ലടാ ഫസ്റ്റില് ഓടി കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്, അതും ആദ്യമേ ഓടി കയറിയിട്ട് കറക്റ്റ് കിട്ടണം. മൂത്രം ഒഴിച്ച് വഴുക്കലാക്കി നമ്മളെ അവിടുന്ന് നിങ്ങൾ അവിടുന്ന് തെന്നി വഴുക്കി പൊക്കോളും താഴോട്ട്. അങ്ങനെ ആദ്യമേ ഓടിച്ചില്ലെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇതിൽ ആരായിരിക്കും ആദ്യം എത്തുകയെന്ന്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് കുറച്ച് പേര് പോകുന്നുണ്ട്, അവരെ മോടും പിടിച്ച് ഓക്കെ. അപ്പൊ അതാ ഗൈസ് നോക്കൂ, ഇതൊന്നും ഒരു കുഴപ്പമില്ലാതെ അഭി പോന്ന് നോക്കൂ. ഷേ, പറഞ്ഞു തീർന്നില്ല. അഭി അവിടെ ക്ഷീണിച്ചിരുന്നിരിക്കുകയാണ്. എടാ റൂട്ട് അടിപൊളിയല്ലേ? നമ്മളന്ന് മറ്റേ പൈതൽമല പോയപ്പോ ഉള്ളൊരു ഫീല് വരുന്നുണ്ടോ അലക്സേ? അല്ലേ, ഒരു കാട്ടിക്കൂടെ ഉള്ള ഏതാ? അഭി എന്താ പറഞ്ഞേ? എന്താ നീ പറഞ്ഞേ? ഈ ഫീലെല്ലാം മുകളിലെത്തുമ്പോ പോകുന്നാണ് അഭി പറയുന്നത്. ഇതേ ഒരു ടീം നേരത്തെ കയറിയിട്ട് അവരിതേ തിരിച്ചിറങ്ങി. ഇതാണ് അടിപൊളി. വെയിൽ വരുന്നതിന് മുമ്പ് അവർ കയറുകയും ചെയ്ത് ഇറങ്ങുകയും ചെയ്ത്. നമ്മൾ ടോപ്പിലെത്തുമ്പോഴത്തേക്കും നല്ല വെയിലാവും. ഞാൻ വീഡിയോഗ്രാഫിയും കൂടി ഉള്ളതുകൊണ്ട് അതൊക്കെയാണ്. ഞാനൊരു ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്നവരൊക്കെ അങ്ങ് പോയി. ഇനി അവരെ പിടിച്ചു നിർത്തിയിട്ട് വേണം അടുത്ത ഷോട്ട് എടുക്കാൻ. ഇതിൻ്റെ മുകളിലോട്ട് ഓരോരോ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. അതാ ഗൈസ്, അഭി ക്ഷീണിച്ചിരിക്കുകയാണ്. അതാ ക്ഷീണിച്ചല്ല, എന്നെ വെയിറ്റ് ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. ഒട്ടും ക്ഷീണിച്ചില്ലടാ? ഇന്നല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനീഷാണ് കേട്ടോ ആദ്യം ഓടി കയറിയേക്കുന്നത്. നമ്മളൊന്നും അനീഷിനെ കാണുന്നേയില്ല ഇപ്പോ. അതാ മെയിൻ മലയിലേക്കുള്ള കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. ഇനി വീഡിയോ എടുത്താൽ എനിക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി കുറച്ച് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് ഇനി ബാക്കി വീഡിയോസൊക്കെ എടുക്കാം നമുക്ക്. അതാ ഗൈസ്, അതാ ഗൈസ് നോക്കൂ, ഇവിടെ ഓരോ സ്റ്റെപ്പിൽ ഓരോ കുഴിയുണ്ട്. ആ കുഴിക്കകത്ത് കൈ പിടിച്ച് വേണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് പൊങ്ങി പൊങ്ങി വരാൻ.
ഇല്ലെങ്കിൽ നേരെ പോകാൻ താഴേക്ക്. ഭയങ്കര ഡേഞ്ചറാ, കുത്തനെ കിടക്കാണ്. പിന്നെ കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ട്, ഭയങ്കര പേടിക്കും നമ്മൾ. ഇതാണ്ടോ കയറി വരുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ കുപ്പിവെള്ളവും ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിപ്പറിക്കാൻ വേണ്ടി വരുന്നതാ. നമ്മൾ ഒരുപാട് റീലുകളിൽ കണ്ട ആ കവാടം. ഇനി ഇവിടുന്ന് കുറച്ച് കുനിഞ്ഞു വേണം നമ്മൾ അപ്പുറത്തേക്ക് പൊക്കോണ്ടിരിക്കാൻ. ഈ സ്ഥലമൊക്കെ എന്തോരം റീലിൽ കണ്ടിട്ടുള്ളതെന്നറിയാം. ആ സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. പിന്നെ ഇപ്പം ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് മഴക്കാലമാണ് കുറച്ചുകൂടെ കാഴ്ചയിൽ ഭംഗി. ഓ ഭയങ്കര വീണ് കഴിഞ്ഞാൽ പോയി. സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടില്ല. മുമ്പേ കാണിച്ച പോലെ സ്റ്റെപ്പൊക്കെ ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല. മറ്റേ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിലൊരു കുഴിയുണ്ട്, അതിൽ പിടിച്ച് വേണം നമ്മൾ കയറാൻ. അല്ലാണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കയറി വരാൻ പോലും പറ്റില്ല. പൊളിയല്ലേ? അങ്ങനെ അബിത മുകളിലെത്തി ശവാസനമായിരിക്കുകയാണ്. അനീഷ് ദാ പറഞ്ഞ പോലെ എനർജിയോടുകൂടി മുകളിലെത്തി. അലക്സ് പിന്നെ ഞാൻ അലക്സൊക്കെ ഓൾറെഡി ട്രക്കിങ് ഇങ്ങനെ പോകാറുള്ളതുകൊണ്ട് അലക്സിന്റെ സ്റ്റാമിനെ കുറിച്ച് എനിക്കറിയാം. മോനെ അതാ ഗൈസ്, നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അതാ ഗൈസ്, ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരുന്നത്. അവിടുന്ന് ഇതാ നല്ല ടോപ്പില് നമ്മൾ കയറി വന്ന വഴികളാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. കടകളൊക്കെ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട സ്ഥലങ്ങളാണ്. അതാ ഗൈസ് നോക്കൂ, ഞാൻ പോയ ഗ്യാപ്പിൽ അനീഷ് എപ്പോഴും താഴേന്ന് പറഞ്ഞ പോലെ തന്നെ മുകളിൽ കയറി അവൻ വാട്ടർഫാള്. അനീഷേ എങ്ങനെയാ ഇനി ഇറങ്ങുന്നൊരു തന്നെ അടിച്ച് വീഴുവോ? അവർക്ക് താഴെയുള്ളവർക്ക് മഴ കിട്ടിയെന്നാ പറഞ്ഞത്. അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അരിയർ ഫോർട്ട് കയറി വന്ന എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ആയിരുന്നു. ഓ ചളി 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 അന്യായ ചളിയൊക്കെയാണ് അടിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. അതെ ഗൈസ്, നമ്മള് കയറി വന്നതിനൊക്കെ പാടാണ് തിരിച്ചിറങ്ങാൻ. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം നമ്മൾ കാണിക്കാം, കാരണം ഫുൾ ടൈം വീഡിയോ എടുക്കാനിൽ എന്തായാലും നടക്കൂല. അതുകൊണ്ട് ചെറിയൊരു ഭാഗം അതിന്റെ ഒരു കഷ്ടപ്പാട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ. ഞാൻ ബാക്കിൽ നിന്ന് ചോട്ട് കൊടുത്തു, അതാ പെട്ടെന്ന് താഴത്തെ എത്തും. വളരെ ഈസിയാണ് ഗൈസ്, ചുമ്മാ പറയുന്നതാ. കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കും മനുഷ്യ. കിട്ടുന്നുണ്ട്. എവിടെയാ? സോളോ ആണോ? സോളോ
ഗൈസ്. എങ്ങനെയുണ്ട്? കപ്പല് മഴയത്ത് വന്നു കഴിഞ്ഞാൽ സീനാണ്. മഴക്കാലത്ത് സീനാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ സീസൺ ടൈമിൽ ഇവിടെ നല്ല പച്ചപ്പൊക്കെയാന്ന് പറഞ്ഞിട്ട് മഴ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്ലിപ്പാവും അല്ലേടാ? അതെ. ഇല്ല പിന്നെ ഒറ്റ കാര്യമുള്ളൂ, താഴെ പോവാണെങ്കിൽ കൂടെ നിൽക്കുന്നതിനെ പിടിക്കാൻ പാടില്ല. അങ്ങ് താഴെ എത്തിയിട്ട് കാണാന്ന് പറഞ്ഞ് പോവാ. ഒരു കാറ്റടിച്ചത് ചേർത്തണിച്ചത് കാത്തിരു നിലവേ ഫിഗർ ഫിഗർദാ നീ സൂപ്പർ ഫിഗർദാ இந்த ഫിഗർക്കേത്ത മൈനർ നാനുദാ. അവസാനം നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും പേടിക്കും, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവം പൊളിയായിരുന്നു കാണിച്ചു തരാൻ. ഒരു ഡ്രോൺ ഒന്നും മേടിക്കാനുള്ള ബഡ്ജറ്റ് നമുക്കില്ലാത്തതുകൊണ്ടും പക്ഷെ നമ്മളെ വീഡിയോ ഡ്രോൺ വ്യൂ ഇടുന്നതായിരിക്കും. മറ്റൊരാളുടെ വീഡിയോയിൽ നിന്ന് മോഷ്ടിച്ചിടുന്നതായിരിക്കും. വേറൊന്നും കണ്ടല്ല, അതിൻ്റെ ആ ഡ്രോൺ വ്യൂവും കൂടെ കണ്ടാലേ നമ്മൾ ആ കയറിയതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടി മാത്രം നമ്മൾ മറ്റൊരാളുടെ ഡ്രോൺ വ്യൂ അടിച്ചു മാറ്റുന്നതായിരിക്കും. ഇവന്മാരാണ് ഫുൾ സപ്പോർട്ട് അടിച്ചു മാറ്റാൻ. അബിയാണ് ആ പ്ലാൻ ഇട്ടത് തന്നെ. അബിയുടെ ഉള്ളിൽ വന്ന പ്ലാനാണ് ഡ്രോൺ വ്യൂ നമുക്ക് അടിച്ചു മാറ്റാന്നുള്ളത്. നമ്മളിങ്ങനെ പറയുമായിരുന്നു ഡ്രോൺ വ്യൂവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോഴാണ് അബി പറഞ്ഞത് നമുക്ക് മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയാലോ, ഇല്ലടാ അബി? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചുമ്മാ എന്തായാലും ആ വ്യൂവും കൂടെ ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയാണ്. സസ്പെൻസ് സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഓ അത് വിളിച്ച് ഓ ബൈ.